വെൽക്കം ബാക്ക് ടു എഡ്യുവാല 2.0. +2 റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു, നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ വാലുവേഷനൊക്കെയാണ് നമ്മളതിൽ പറഞ്ഞിരുന്നത്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് +2 റിസൾട്ട് നമുക്കിനി നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണല്ലോ നിങ്ങളുടെ ഒരു +2 റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ +2 റിസൾട്ട് നമ്മളെ 10നെ അപേക്ഷിച്ച് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും, മാർക്കുകൾ ഡിഫറെൻ്റ് ആയിരിക്കും, ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു +2 റിസൾട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മളിതിന് ശേഷം നിങ്ങൾ റിസൾട്ട് വന്ന ശേഷം നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും, അതിൽ നിങ്ങൾ എന്തൊക്കെ നോക്കണം, അങ്ങനെ 2 ടൈപ്പായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മുടെ റിസൾട്ടിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ 10th റിസൾട്ട് എന്തായിരുന്നു, 10 സബ്ജക്റ്റിലും A+ ആണോ, അത്ര മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ മാർക്ക് ഉണ്ടാവില്ല നമുക്കതിൽ. ജസ്റ്റ് ഗ്രേഡ് മാത്രമാണ് നമുക്ക് 10th SSLC എക്സാമിന് ഉണ്ടാവുക. ഇന്നാണ് SSLC എക്സാം റിസൾട്ട് വരുന്നത്. പക്ഷേ +2 റിസൾട്ടിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് SSLCനെ സംബന്ധിച്ച്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ വരാനുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ കൊമേഴ്സ് സബ്ജക്റ്റുകൾ പറയും. ഇത് തന്നെയാണ് സയൻസ് കുട്ടികളുടെ റിസൾട്ടിനും ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. മാത്രമല്ല റിസൾട്ട് വന്ന ശേഷം നമ്മൾ ബാച്ച് തുടങ്ങുന്നുണ്ട്. ജയിച്ച കുട്ടികൾക്ക് മാത്രമല്ല തോറ്റ സ്റ്റുഡൻസും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് റിസൾട്ടിന് ശേഷമായ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് +2 റിസൾട്ടിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് +2 റിസൾട്ട് വരുന്നത് 2 വർഷത്തെ റിസൾട്ട് നോക്കിയിട്ടാണ്. 2 വർഷത്തെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് +1 റിസൾട്ട് ഒരു സൈഡിലുണ്ടാവും, +2 റിസൾട്ട് ഒരു സൈഡിലുണ്ടാവും. ദെൻ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കാണിക്കും. ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ പാസ്സായോ ഡബിൾ പാസ് ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു ടോട്ടൽ റിസൾട്ട് നോക്കിയിട്ടാണ്. ഇനി അതുകൊണ്ടാണ് മിസ് നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ മുന്നേ ഇംപ്രൂവ്മെന്റ് നന്നായി നോക്കണം, +1 നന്നായി പഠിക്കണം എന്നൊക്കെ പറയാനുള്ള മെയിൻ റീസൺ 2 വർഷത്തെയും കൂടെ കൂട്ടിയിട്ടുള്ള ഫൈനൽ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ദെൻ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഫൈനൽ റിസൾട്ടിൽ നമ്മൾ കൊമേഴ്സ് കുട്ടികളുടെ സബ്ജക്റ്റിലത്തെ മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കൊമേഴ്സ് സ്ട്രീമാണ് നമ്മൾ നോക്കുന്നത്. കൊമേഴ്സ് സ്ട്രീമിൽ നമ്മളൊരു 6 വിഷയം എടുക്കുകയാണ്. നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് എടുക്കാം, ദെൻ മലയാളം ഓർ ഹിന്ദി എടുക്കാം, ദെൻ ഇക്കണോമിക്സ്, ദെൻ ബിസിനസ് സ്റ്റഡീസ്, ദെൻ അക്കൗണ്ടൻസി, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും പൊളിറ്റിക്സോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിൽ +1ലും +2ലും മാർക്ക് വ്യത്യാസമുണ്ട്. കാരണം പ്രാക്ടിക്കൽ എക്സാമുകൾ അതിപ്പോൾ നമുക്കിപ്പോൾ മിസ് പറഞ്ഞ സബ്ജക്റ്റുകളിൽ അക്കൗണ്ടൻസിയിൽ പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പകരം സ്റ്റാറ്റ് എടുത്ത സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽസ് എടുത്ത സ്റ്റുഡൻസിന് +2ൽ 120-ലായിരിക്കും എക്സാം റിസൾട്ട് ഉണ്ടായിരിക്കുക. 120-ലായിരിക്കും റിസൾട്ട് വരിക. ബാക്കിയുള്ളതെല്ലാം അപ്പോൾ ഇംഗ്ലീഷിനൊന്നും ഒരു മാറ്റമില്ല. ഇംഗ്ലീഷ് 80-ലാണ് റിസൾട്ട് വരിക, മലയാളം ഹിന്ദി 80-ലാണ് വരിക. ദെൻ ഇക്കണോമിക്സ് 80-ലായിരിക്കും, ബിസിനസ് സ്റ്റഡീസ് 80-ലായിരിക്കും. ഇതിൻ്റെ കൂടെ നമ്മുടെ മാർക്ക് 20 മാർക്ക് നമ്മൾ ആഡ് ചെയ്യും. ആ 20 മാർക്കും കൂടി ആഡ് ചെയ്തിട്ട് ഇത് 4ഉം 100-ലായിരിക്കും റിസൾട്ട് വരുന്നത്. പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി, CA, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്പോൾ സയൻസ് സ്ട്രീമുകളാണെന്ന് വെച്ചെങ്കിൽ അവരുടേതായ പ്രാക്ടിക്കൽ ലാബ് വർക്കുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതെല്ലാം 120-ലായിരിക്കും. ഈ 120 എന്ന് പറയുന്നത് 60 മാർക്ക് അവർ എഴുതി കിട്ടുന്ന മാർക്ക്, 40 മാർക്ക് അവരുടെ പ്രാക്ടിക്കല്, 20 മാർക്ക് അവരുടെ മാർക്ക്. ഇത് മാർക്കാണ്, ഇത് പ്രാക്ടിക്കലാണ്, ഇത് അവരെ എന്താ പറയുക നമ്മൾ എഴുത്ത് പരീക്ഷ എന്ന് പറയും, അതാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് +2 റിസൾട്ട്. +2ലെ മാർക്ക്. +1 റിസൾട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. ഇത് നമുക്ക് ഇവിടെ +1ൽ നമ്മുടെ ലാംഗ്വേജ് ഇതൊക്കെ സെയിം തന്നെയാണ്. ഇത് രണ്ടും മാത്രം 80-ലായിരിക്കും. പ്രാക്ടിക്കൽസ് 60-ലായിരിക്കും അവർക്ക് എക്സാം ഉണ്ടാവുക. +20 മാർക്ക് നമ്മുടെ മാർക്ക്. അപ്പോൾ +1നെ കുറിച്ച് മിസ് പറയുന്നില്ല, കാരണം അത് ഓൾറെഡി നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞുള്ളതാണ്. ഇനി +2ൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ +2ൽ നമ്മൾ വിചാരിക്കും ഇപ്പം ഈ ലാംഗ്വേജിൽ
ഇംഗ്ലീഷിലും മലയാളം ഈ ഒരു വിഷയങ്ങളിലൊന്നും ആ വിഷയം വരുന്നില്ല. ഇവിടൊക്കെ നമുക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് 80-ൽ 24 ആണ്. അതുപോലെ തന്നെ സി മാർക്കും കൂടി 34 എങ്ങനെയുണ്ടായിരിക്കണം നമുക്ക് +2 മാത്രം ജയിക്കാനായിട്ട്. അപ്പൊ അത് ഈ 4 വിഷയത്തിനും ഒരേപോലെ തന്നെയാണ്. ഇവിടെ വരുമ്പോൾ കുറേ കുട്ടികളുടെ സംശയമാണ്. അപ്പൊ റിസൾട്ട് വന്നാലാണ് നിങ്ങൾക്ക് അത് ഏറ്റവും കൂടുതലായിട്ട് തോന്നുക. ഇവിടെ നിങ്ങൾ വിചാരിക്കും ഈ പ്രാക്ടിക്കലിൽ 40 മാർക്ക് ഒരുവിധം എല്ലാ സ്റ്റുഡൻസിനും കിട്ടും. ആ 40 മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ പാസ്സായില്ലേ എന്ന്. അത് പാസ്സാവില്ല. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അപ്പോൾ അത് ഫെയിലാണ്. കാരണം ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റിൽ ഒരു കുട്ടി പാസ്സാവണം എന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ എഴുത്ത് പരീക്ഷയിലും 60-ൽ 18 മാർക്ക് എന്തായാലും വാങ്ങിച്ചിരിക്കണം. ദെൻ സി മാർക്ക് 20-ൽ ഒരു മിനിമം മാർക്ക് ഉണ്ടായിരിക്കും. അതിപ്പോൾ എല്ലാവർക്കും ഒരു 15 മിനിമം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 40-ൽ ഒരു 30 എങ്ങനെ നിങ്ങൾക്ക് കിട്ടും? അപ്പൊ ഈ 30ഉം 15ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ പാസ്സാവില്ലേ എന്ന് പലരും ഗ്രേഡ് വ്യത്യാസങ്ങളൊക്കെ വരാം. പക്ഷെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇതിലൊക്കെ നിങ്ങൾക്ക് 40ഉം 20ഉം കിട്ടി. അതായത് ഇപ്പൊ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾക്ക് 40/40 കിട്ടി, 20/20 സി മാർക്ക് കിട്ടി. പക്ഷേ നിങ്ങൾ 60-ൽ ഒരു 10 മാർക്കാണ് നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റ് ഫെയിൽ തന്നെയാണ്. കാരണം നമുക്ക് 60-ൽ 18 മാർക്ക് എങ്ങനെയും കിട്ടിയിരിക്കണം. ഇതിൽ ഈ 120-യുടെ പെർസെൻറ്റേജ് മാർക്ക്, അതായത് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട്. ജയിക്കാനുള്ളതെല്ലാം ഓരോന്നിലും പ്രാക്ടിക്കൽ സെക്ഷനിൽ 35% ഇൻക്രീസ് വേണം എന്നൊക്കെ ഉള്ള ആ ഒരു സ്ലാബ് പ്രാക്ടിക്കൽസിനുണ്ട്. ഇത് നിങ്ങൾ ഇതൊക്കെ കൃത്യമായി നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 40ഉം 20ഉം കിട്ടിയാൽ നിങ്ങൾ പാസ്സാവില്ല. ഒപ്പം നിങ്ങൾ എന്തും കൂടി വേണം, നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ മിനിമം മാർക്ക് വേണം. ഇനി +1-ൽ നിങ്ങൾക്ക് ഡബിൾ പാസ് ഉണ്ട് എങ്കിൽ ഈ ഒരു വിഷയം ഇവിടെ വരുന്നില്ല കേട്ടോ. +1-ൽ ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ എന്താ, 2 കൊല്ലത്തും കൂടി ഉള്ള മാർക്ക് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുക. നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ചെയ്യുന്നത് അതിനായിരുന്നു. നിങ്ങൾക്ക് പാസ് മാർക്ക് ഇല്ലാത്തവരെ ഡബിൾ പാസ് വാങ്ങാം. അതിന് വേണ്ടി നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ക്രാഷ് ബാച്ചുകളെല്ലാം ചെയ്തിരുന്നു, ഇമ്പ്രൂവ്മെന്റ് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ +1ഉം +2ഉം കൂടിയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആ റിസൾട്ട് ആണ് നമുക്ക് ഇതേപോലെ 2 സെക്ഷനായിട്ടാണ് ഉണ്ടാവുക. 3 സെക്ഷനായിട്ട് കാണിക്കും. അതായത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും, അതുപോലെ TE, PE ആൻഡ് CE എന്നാണ് നമ്മൾ അതിന് പറയാ. TE എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി എഴുതിയ പരീക്ഷയാണ്. PE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിലെ മാർക്കാണ് നിങ്ങൾക്ക് അവിടെ പബ്ലിഷ് ചെയ്യുക. ദെൻ CE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ C മാർക്കാണ് ടീച്ചേഴ്സിന്. ഇത് on 20 ആയിരിക്കും, പ്രാക്ടിക്കൽസ് on 40 ആയിരിക്കും. ഇത് നമ്മൾ എഴുത്ത് പരീക്ഷ on 80 ആയിരിക്കും, on 60 ആയിരിക്കും. ഓക്കെ, പ്രാക്ടിക്കൽസ് നമുക്ക് 60-ലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് റിസൾട്ടിൽ. അപ്പോൾ ഇത്രയും സെക്ഷനായിട്ടാണ് നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് എലിജിബിൾ ഫോർ ഹൈ സ്റ്റഡി ആൻഡ് നോട്ട് എലിജിബിൾ ഫോർ ഹൈ സ്റ്റഡി, ഫൈനൽ ആയിട്ടുള്ള അസംഷനും ഫൈനൽ ആയിട്ടുള്ള ക്യാപ്ഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ കോഡും സ്കൂളിൻ്റെ പേരും ഒപ്പം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് രജിസ്റ്റർ നമ്പറും ഉണ്ടായിരിക്കും. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക, അല്ല റിസൾട്ട് വരിക, +1ഉം +2ഉം. അപ്പോൾ +2ൻ്റെ റിസൾട്ട് വന്നാൽ നിങ്ങൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റിസൾട്ട് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ഇതിന് ശേഷം ഇനിയൊരു വീഡിയോ ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ സ്റ്റുഡൻസിനും പ്രാക്ടിക്കൽസ് എല്ലാവർക്കും ഉണ്ട്. കൊമേഴ്സ് സ്ട്രീമിലെ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട്. AFS എടുത്ത കുട്ടികൾക്ക് സ്റ്റാറ്റിൽ പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഉള്ളവർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. എങ്ങനെയും പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും. ഒരു വിഷയം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇല്ലാതിരിക്കില്ല കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ ഇനിയൊരു വീഡിയോ ചെയ്യുന്നത് റിസൾട്ടിൽ നിങ്ങൾ എന്തൊക്കെ നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ശേഷം നിങ്ങൾ എന്തൊക്കെ വേഗം നോക്കണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ വൈകാതെ തന്നെ ഇടും. നാളെ മോർണിംഗിലാണ് നമ്മളത് ഇടുക. നാളെയാണ് നമ്മുടെ റിസൾട്ട് വരുന്നത് 9th. അപ്പോൾ നാളെ മോർണിംഗിൽ മിസ്സാ വീഡിയോ ഇടുന്നത് ഈവനിങ്ങിൽ 3 മണിക്ക് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ വേഗം എന്തൊക്കെ ഇല്ലേ അതിൽ നിന്ന് ശ്രദ്ധിക്കാം. അതായത് എനിക്ക് എന്തൊക്കെ കിട്ടി, ഞാൻ നിങ്ങൾക്ക് അറിയേണ്ടത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ആ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അവെയർ ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയ മിസ്സും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തില്ല, പഠിച്ചു, എക്സാം എഴുതി. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ പകുതി ചെയ്തു, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. നല്ല മാർക്ക് ഇടാനും മാർക്ക് കിട്ടാനും എല്ലാവർക്കും നല്ല ബെസ്റ്റ് വിഷസ് നേരുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എവ്രി വൺ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.